രണ്ട് രീതിയിലുള്ള ആൾക്കാരാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ദൈവവിശ്വാസികൾ, രണ്ട് നിരീശ്വരവാദികൾ. വിശ്വാസികളുടെ കാര്യമെടുത്താൽ മാതാപിതാക്കളുടെ വിശ്വാസങ്ങൾ പിന്തുടരുന്നവരുമുണ്ട്, സ്വന്തം അനുഭവങ്ങൾ കൊണ്ട് വിശ്വാസികളായവരുമുണ്ട്. 4 സഹോദരങ്ങളുള്ള ഒരു കത്തോലിക്ക കുടുംബത്തിലാണ് ബെലൻ ജനിക്കുന്നത്. ചെറുപ്പം മുതലേ അവൾക്കെപ്പോഴും ഒരു ഒറ്റപ്പെടലിൻ്റെ അനുഭവമായിരുന്നു. ആരും തന്നെ സ്നേഹിക്കുന്നില്ല, തന്നെ ആർക്കും വേണ്ട എന്നിങ്ങനെയുള്ള ചിന്തകൾ എപ്പോഴും അവളെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു. അപ്പൻ്റെ ജോലി ആവശ്യത്തിന് വേണ്ടി ഇടയ്ക്കിടെ ഒരു നഗരത്തിൽ നിന്ന് മറ്റൊരു നഗരത്തിലേക്ക് മാറുന്നതുകൊണ്ട് അവൾക്ക് പറയത്തക്ക സൗഹൃദ വലയങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. തന്നെയുമല്ല, അത് അവളുടെ ബാല്യം വല്ലാതെ ദുഃഖത്തിലാഴ്ത്തിയിരുന്നു. അങ്ങനെ പറയത്തക്ക സന്തോഷാനുഭവങ്ങൾ ഒന്നും സമ്മാനിക്കാതെ അവളുടെ ജീവിതം അങ്ങനെ കടന്നു പോവുകയാണ്. ഒരു ബോർഡിംഗ് സ്കൂളിൽ താമസിച്ച് പഠിച്ചുകൊണ്ടിരുന്ന കാലയളവിൽ ബെലൻ്റെ ജീവിതത്തെ അപ്പാടെ തകർത്ത ആ സംഭവം അരങ്ങേറി. ഒരു വ്യക്തി അവളെ ലൈംഗികമായി ദുരുപയോഗിക്കുകയാണ്. അതേ തുടർന്ന് അവൾ വൈകാരികമായി തകർന്നിരുന്നു. കൗമാരത്തിൽ തന്നെ അവളുടെ വിശ്വാസം മങ്ങാൻ തുടങ്ങി. ഉള്ളിലുള്ള നീരസം ദൈവത്തോടും അമ്മയോടുമുള്ള അവളുടെ ബന്ധത്തെ ഉലച്ചു. അന്നത്തെ തൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ച് ബെലൻ പറയുന്നത് ഇങ്ങനെയാണ്: വളരെ ദേഷ്യത്തോടെയാണ് ഞാൻ സ്കൂൾ വിട്ടത്. ആ വേനൽക്കാലത്ത് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നത് നിർത്തി. പിന്നീടുള്ള അവളുടെ ജീവിതവും ഏറെ ദുസ്സഹമായിരുന്നു. ആന്തരിക സമാധാനമില്ലാതെ താളം തെറ്റിയ പോലെ ജീവിതം മുന്നോട്ട് നീക്കി. വിവാഹം കഴിച്ചെങ്കിലും വഞ്ചനയും ദുരുപയോഗത്തിൻ്റെ വേദനകളും ജീവിതത്തിൽ തുടർക്കഥയായി. മാരേജ് ലൈഫിനെ കുറിച്ചുള്ള ബിലിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ്: എൻ്റെ ആദ്യ ഭർത്താവ് എന്നെ വഞ്ചിച്ചു. ഞാൻ വിവാഹമോചനത്തിന് കേസ് കൊടുക്കാൻ ചെന്നപ്പോഴാണ് അയാൾ തട്ടിപ്പുകാരനാണെന്ന് മനസ്സിലാക്കുന്നത്. ആദ്യ ഭർത്താവായ ആ മനുഷ്യനുമായുള്ള ആ സംഭവത്തിന് ശേഷം കാര്യങ്ങൾ കൂടുതൽ മോശമായി. ഞാൻ എൻ്റെ മകളുമായി ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. ഞങ്ങൾ ആദ്യം മുതൽ ജീവിതം വീണ്ടും ആരംഭിച്ചു. ഇതിനിടെ ഇപ്പോഴത്തെ മൂത്ത മകളുടെ പിതാവിനെ കണ്ടുമുട്ടി ജീവിതം ആരംഭിച്ചു. 1996 ഇൻ്റർനെറ്റ് ആരംഭിക്കുമ്പോൾ അദ്ദേഹം ഒരു കിറ്റ് വാങ്ങുകയും തൻ്റെ ഓൺലൈൻ ബിസിനസ് ആരംഭിക്കുകയും ചെയ്തു. അദ്ദേഹം ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ വിൽപ്പന ആരംഭിച്ചു. അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പദ്ധതി വൻ വിജയമായിരുന്നു. എന്നിരുന്നാലും മറ്റു പലരുമായി ഞാൻ ബന്ധം തുടർന്നു. വീണ്ടും വിവാഹം കഴിച്ചു. എനിക്കറിയാത്ത ആസക്തിയുള്ള മറ്റൊരു വ്യക്തിയുമായി ജീവിതം ആരംഭിച്ചു. അദ്ദേഹം ഒരു സൈക്കാട്രിസ്റ്റ് ആയിരുന്നെങ്കിലും മയക്കുമരുന്നിന് അടിമയായിരുന്നു. എനിക്ക് 2 പെൺമക്കളുണ്ടായിരുന്നു. 2 കൊച്ചുകുട്ടികളോടൊപ്പം ഞാൻ തനിച്ചായി. എൻ്റെ ജീവിതം നിരാശയാൽ അടയാളപ്പെടുത്തപ്പെട്ടു. വിശ്വാസത്തിൽ നിന്ന് പൂർണ്ണമായും അകന്നാണ് ആ കാലയളവിൽ ജീവിച്ചതെന്ന് അവർ പറയുന്നു. ഈ കാലയളവിലൊന്നും ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. അങ്ങനെ ബുദ്ധിമുട്ടുകളും മാനസിക പിരിമുറുക്കങ്ങളുമൊക്കെയായി അവളുടെ ജീവിതം നിർവികാരമായി മുന്നോട്ട് പോവുകയാണ്. 2012 വേനൽക്കാലത്ത് പെൺമക്കളോടൊപ്പം റോമിലേക്ക് യാത്ര നടത്തുവാൻ ബെലൻ പേരലസ് തീരുമാനിച്ചു. റോമൻ കൊളോസിയം സന്ദർശിക്കുക എന്നത് മാത്രമായിരുന്നു അവളുടെ ലക്ഷ്യം. എന്നാൽ മകൾ ഗബ്രിയേല വത്തിക്കാൻ സന്ദർശിക്കുവാൻ അമ്മയെ നിർബന്ധിച്ചു. ബെലൻ പറയുന്നു: എനിക്ക് കൊളോസിയത്തിൽ പോകാൻ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ മകൾ വത്തിക്കാനിലേക്ക് പോകാൻ ആഗ്രഹിച്ചു. അവസാനം ഞാൻ വഴങ്ങി. ഈ സന്ദർശനം അവളുടെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിക്കുകയാണ്. അവിടെ പെൺമക്കളുടെ ഫോട്ടോകൾ എടുക്കുമ്പോൾ വിശദീകരിക്കാനാവാത്ത എന്തോ ഒന്ന് അനുഭവപ്പെടാൻ തുടങ്ങിയിരിക്കുന്നതായി ബെലൻ പറയുന്നു. പെട്ടെന്ന് എനിക്ക് ശാരീരികമായി എന്തോ അനുഭവപ്പെട്ടു. എന്നിലേക്ക് എന്തോ ഒന്ന് പെട്ടെന്ന് കടന്നു വന്നതുപോലെ. ദൈവമുണ്ടെന്നും മരിച്ചാൽ നരകത്തിൽ പോകുമെന്നുമുള്ള തിരിച്ചറിവ് ഉള്ളിലുണ്ടായി. ആ ഞെട്ടൽ വളരെ വലുതായിരുന്നു. അവൾ പൊട്ടിക്കരയാൻ തുടങ്ങി. തുറന്ന 2 ടാപ്പുകൾ പോലെ തൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകുകയായിരുന്നുവെന്ന് ബെലൻ പെരാലസ് പറയുന്നു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ്റെ ശവകുടീരത്തിന് മുന്നിൽ എത്തിയപ്പോൾ എന്തെന്നില്ലാത്ത ചിന്ത അവളെ അലട്ടി. കത്തോലിക്ക സഭ എന്ന് വിളിക്കുന്ന തൻ്റെ അമ്മയിൽ നിന്ന് വേർപിരിഞ്ഞ് സഭയിൽ നിന്ന് പുറത്താണെന്നും ഈ വർഷങ്ങളിലെല്ലാം താൻ ദൈവത്തെ നിരസിച്ചതായും അവൾക്ക് തോന്നി. ദൈവമുണ്ടെന്നും താൻ അവിടുത്തെ നിരസിച്ചുവെന്നും അത് ഞാൻ മനസ്സിലാക്കിയെന്നും സഭയ്ക്ക് പുറത്തായിരിക്കുന്നത് വല്ലാത്ത വേദന ഉള്ളിൽ ഉണ്ടാക്കിയെന്നും ബെലൻ സമ്മതിക്കുന്നു. ബെലൻ കഴിഞ്ഞകാല ജീവിതം ഓർത്തെടുക്കുന്നത് ഇപ്രകാരമാണ്: ദൈവത്തെ ഞാൻ നിരസിച്ചുവെന്ന് മനസ്സിലാക്കി. സഭയ്ക്ക് പുറത്തായിരിക്കുമ്പോഴുള്ള വേദന ആ സമയങ്ങളിൽ അനുഭവപ്പെട്ടു. എൻ്റെ ആത്മാവ് വൃത്തികെട്ടതായിരുന്നു, പാപങ്ങൾ നിറഞ്ഞതായിരുന്നു. എൻ്റെ മനസ്സിലൂടെ കഴിഞ്ഞകാല പാപങ്ങൾ ഓടിക്കൊണ്ടിരുന്നു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ്റെ ശവകുടീരത്തിനരികെ നിന്ന് ഞാൻ മക്കളോട് പറഞ്ഞു: കുട്ടികളെ, നമുക്ക് പ്രാർത്ഥിക്കാം. ആ സമയങ്ങളിൽ
കണ്ണുനീർ ഒഴുകുകയായിരുന്നു. എൻ്റെ ഇളയ മകൾ ഏതാനും ടിഷ്യൂ എടുത്ത് എൻ്റെ മുഖം തുടച്ചു. എനിക്ക് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കർത്തൃപ്രാർത്ഥന ഓർക്കാൻ പോലും കഴിഞ്ഞില്ല. 13 വയസ്സിന് ശേഷം 35 വർഷമായി ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് 48 വയസ്സായിരുന്നു. ആ സംഭവത്തിന് ശേഷം ബെലൻ മാഡ്രിഡിലേക്ക് മടങ്ങി. എന്നാൽ വിശ്വാസത്തിലേക്ക് മടങ്ങുവാനുള്ള പ്രക്രിയ എളുപ്പമായിരുന്നില്ല. അപ്പോഴും അവൾ സഭയിൽ നിന്ന് അകന്നു തന്നെയാണെന്ന തോന്നൽ ശക്തമായിരുന്നു. വീണ്ടും അംഗീകരിക്കുവാൻ കഴിയില്ലെന്ന് അവൾ കരുതി. 1 വർഷക്കാലം അവൾ ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു. പക്ഷേ കുമ്പസാരിക്കാൻ ധൈര്യപ്പെട്ടില്ല. കുമ്പസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. കുമ്പസാരിച്ചാൽ അവർ തന്നെ ഇവിടെ നിന്ന് പുറത്താക്കിയേക്കുമെന്ന് അവൾ ഭയന്നു. കാരണം അത്രയേറെ മോശമായിരുന്നു അവളുടെ കഴിഞ്ഞകാല ജീവിതം. ഒടുവിൽ ഒരു ദിവസം അവൾക്കൊരു ആന്തരിക വിളി അനുഭവപ്പെട്ടു. അവൾ പറയുന്നു, ദൈവം ഉള്ളിൽ നിന്ന് എന്നോട് പറയുന്നത് ഞാൻ കേട്ടു. നീ എന്താണ് കാത്തിരിക്കുന്നത്? അവൾ ചുവടുവെക്കേണ്ട അടയാളമായിരുന്നു അത്. ഞാൻ ഇടവകയിലേക്ക് പോയി. എൻ്റെ പെൺമക്കളെ ഒരു ബെഞ്ചിലിരുത്തി ഞാൻ ആദ്യമായി കണ്ട കുമ്പസാരക്കൂട്ടിലേക്ക് പോയി. ഞാൻ വൈദികനോട് പറഞ്ഞു, നോക്കൂ, എൻ്റെ പേര് ബെലൻ. മോഷ്ടിക്കുകയും കൊല്ലുകയും ചെയ്യുക ഒഴികെ എല്ലാം ഞാൻ ചെയ്തു. വൈദികൻ എന്നോട് പറഞ്ഞു, ഹല്ലേലൂയ, ഇന്ന് സ്വർഗത്തിൽ ആഘോഷമാണ്. ദൈവം നിന്നെ ഇപ്പോൾ ആലിംഗനം ചെയ്യുന്നു. അന്ന് നടത്തിയ ആ ഏറ്റുപറച്ചിലിൽ ദൈവവുമായും കത്തോലിക്ക സഭയുമായുമുള്ള അനുരഞ്ജനത്തിന് തുടക്കമായിരുന്നു. ദൈവത്തിൻ്റെ കാരുണ്യം എനിക്കറിയില്ലായിരുന്നു. ഞാൻ പള്ളിയിൽ തിരിച്ചെത്തിയപ്പോൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ആലിംഗനം പോലെയായിരുന്നു അത്. അവൾ തുറന്ന് സമ്മതിക്കുന്നു. ഈ സംഭവ വികാസങ്ങൾ അവളുടെ ജീവിതത്തെ അപ്പാടെ മാറ്റിമറിച്ചിരുന്നു. ആരാധനയും കൂദാശകളുമാണ് എൻ്റെ മുറിവുകൾ ഉണക്കിയതെന്ന് ബെലൻ അനുഭവിച്ചറിഞ്ഞു. തൻ്റെ ജീവിതകഥ അനേകരോട് പങ്കുവയ്ക്കുവാനും അങ്ങനെ സുവിശേഷ പ്രഘോഷണത്തിനായി ജീവിതം സമർപ്പിക്കുവാനും അവൾ തീരുമാനമെടുത്തു. ഞാൻ യേശുവിനോട് പറഞ്ഞു, ഇനി മുതൽ ഞാൻ അങ്ങയുടെ മാർക്കറ്റിംഗ് യൂണിറ്റാണ്. ഞാൻ എവിടെ പോയാലും ഞാൻ നിന്നെ കൂടെ കൊണ്ടുപോകും. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നിരവധി സുഹൃത്തുക്കളെ കുമ്പസാരക്കൂട്ടിലേക്ക് കൊണ്ടുപോകുവാനും വഴിയിൽ കണ്ടുമുട്ടുന്നവർക്ക് ജപമാലകൾ നൽകുവാനും ക്രിസ്തുവിശ്വാസത്തിലേക്ക് അടുപ്പിക്കുവാനും അവൾക്ക് കഴിയുന്നു. ബെലൻ യൂട്യൂബിൽ ആരംഭിച്ച എൽ റൊസാരിയോ ഡി ലാസ് 11 എന്ന ചാനൽ അനേകർക്ക് സത്യവിശ്വാസത്തിന് വഴിയായി മാറി. എല്ലാ ദിവസവും രാത്രി 11 നടത്തുന്ന ജപമാലയിലും ചാനലിലൂടെ പങ്കുവയ്ക്കുന്ന അനുഭവ സാക്ഷ്യങ്ങളിലൂടെയും അനേകർ യേശുവിനെ അടുത്തറിഞ്ഞു. ഇന്ന് 5.5 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് സ്വന്തമായുള്ള ഈശോയെ അനേകർക്ക് പകരുന്ന ഒരു യൂട്യൂബ് ചാനലായി എൽ റൊസാരിയോ ഡി ലാസ് 11 മാറി. ഒരു കാലത്ത് നിരീശ്വരവാദിയായി കടുത്ത പാപങ്ങളിൽ ജീവിച്ച ഒരു ജീവിതം ഇന്ന് അനേകർക്ക് സത്യദൈവത്തെ പകരുവാൻ രാപ്പകലില്ലാതെ പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികൾ എത്രയോ വിസ്മയാവഹം എന്ന വാക്യമല്ലാതെ മറ്റെന്തു പറയുവാൻ സാധിക്കും? ദൈവത്തിന് സ്തുതി.